അനീസലി, ഒപ്പം തന്നെ ഈ ബേലൂർ മഗ്ന ദൗത്യമുണ്ട്. അത് 13ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ അതായത് ബേലൂർ മഗ്ന കാട് കയറി എന്ന് പറയുന്നു, എന്നാൽ വീണ്ടും കാട് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഒട്ടും സുരക്ഷിതമായ ഒരു സ്ഥിതിയല്ല ഇപ്പോൾ ബേലൂർ മഗ്നയുടെ കാര്യത്തിൽ ഉള്ളതെന്ന് പറയുന്നു. ആ ദൗത്യം ഇന്നും തുടരുകയാണോ? തീർച്ചയായും ഇപ്പോൾ 13 ദിവസമായും തുടരുകയാണ്. ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഇതുവരെയും തുടരുന്ന ഈ ദൗത്യം ഇതുപോലെ തന്നെ തുടരുകയാണ്. പക്ഷെ ഇപ്പോൾ ആന ഉള്ളത് കാട്ടിനകത്താണ്, കർണാടക വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്താണ്. അതേസമയം അതുകൊണ്ട് തിരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം ഈ ആന എപ്പോഴും നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഇത് നാട്ടിലിറങ്ങും എന്നറിയാത്തത് കൊണ്ട് തന്നെ ഇതിനെ പിടികൂടുക എന്നത് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ കബനി നദി മുറിച്ച് കടന്ന് കേരളത്തിന്റെ വനാതിർത്തിയും കടന്ന് പെരിക്കല്ലൂരിലെത്തിയിരുന്നു. പുൽപ്പള്ളിക്കടുത്ത പെരിക്കല്ലൂരിൽ ജനവാസ കേന്ദ്രത്തിൽ ഒരു തെങ്ങിൻ തോപ്പിൽ ഇത് 3 മണിക്കൂറോളം നേരം നിലയുറപ്പിച്ചിരുന്നു. ഒരു മനുഷ്യന്റെ ജീവനെടുത്ത കാട്ടാനയാണ്. നേരത്തെ കർണാടക ഇതിനെ പിടികൂടി വനത്തിനകത്ത് വിട്ട ആനയാണ്. അതിനുശേഷം വീണ്ടും അത് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണി ഇതിനെ പിടികൂടുന്നതോടെ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ജിൽസി, തീർച്ചയായിട്ടും ബേലൂർ മഗ്നയെ പിടികൂടുന്നത് കൂടി തന്നെയുള്ളൂ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആശങ്ക മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം നമുക്ക് തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം, ഇത്തരം ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എത്ര മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അധികൃതർ അതിനുള്ള ശ്രമം തുടരുന്നുണ്ട്. എന്തായാലും ആ ശ്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തിയിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അനീസ് അലിയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.